അജിത്തെ, വാട്ട്സ് ദ നാഷണൽ സ്പോർട്സ് ഓഫ് ഇന്ത്യ? ക്രിക്കറ്റ് അല്ലേ? ഹോക്കി, ഫുട്ബോള്, കബഡി ആയിരിക്കും. നീ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കണം. ക്രിക്കറ്റ്, ഹോക്കി, കബഡി, ഹോക്കി. ചെസ്. ബെസ്റ്റ്. ആക്ച്വലി എന്താണ് ഇന്ത്യയുടെ നാഷണൽ സ്പോർട്സ്? ഇന്ത്യക്ക് നാഷണൽ സ്പോർട്സ് ഇല്ല. കറക്റ്റ്. ഇന്ത്യ ഒഫീഷ്യലി ഡസൻ ഹാവ് എനി നാഷണൽ സ്പോർട്സ്. പക്ഷെ നമ്മൾ ഈ ചോദ്യം ചോദിക്കുന്ന 99% പേരും പറയുന്ന ഉത്തരം ഹോക്കി എന്നോ കബഡി എന്നോ ആയിരിക്കും. അതിൻ്റെ റീസൺ ഈ സ്പോർട്സ് ഇവൻറ്റുകളിൽ ഇന്ത്യയുടെ സുപ്രീമസി തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ഹോക്കിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ 1928 മുതൽ 56 വരെ തുടർച്ചയായിട്ട് 6 ഒളിമ്പിക് ഗോൾഡ് മെഡലാണ് ഇന്ത്യ സ്വന്തമാക്കിയത്. അതുപോലെ തന്നെ കബഡി വേൾഡ് കപ്പ്, ഏഷ്യൻ ഗെയിംസിലെ കബഡി ഇവൻറ്റ്, ഇതിലെല്ലാം ഏറ്റവും കൂടുതൽ ഗോൾഡ് മെഡലുകൾ സ്വന്തമാക്കിയിട്ടുള്ളത് ഇന്ത്യൻ ടീമാണ്. പക്ഷേ ഇന്ന് ഇന്ത്യയിൽ ഈ പറഞ്ഞ സ്പോർട്സ് ഇവൻറ്റുകൾക്കുള്ള പ്രാധാന്യം കുറഞ്ഞു വരുന്നു എന്നൊരു സംശയമുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ സ്കൂളുകളിൽ, കോളേജുകളിൽ കബഡി, ഹോക്കി പോലത്തെ ഇവൻറ്റുകൾക്കുള്ള പ്രാധാന്യം നന്നേ കുറഞ്ഞിട്ടുണ്ട്. 1956 ശേഷം ഒരുപാട് കാലങ്ങൾക്കിപ്പുറം കഴിഞ്ഞ ഒളിമ്പിക്സിലാണ് ഇന്ത്യ ഹോക്കിയിൽ ഒരു മെഡൽ സ്വന്തമാക്കുന്നത്. ഒരു കാലത്ത് ഒരുപാട് ഇന്റർനാഷണൽ ഹോക്കി പ്ലേയേഴ്സിനെ കൊടുത്തൊരു രാജ്യമാണ് ഇന്ത്യ. ഇവൻ നമ്മുടെ നാഷണൽ സ്പോർട്സ് ഡേ പോലും മേജർ ധ്യാൻ ചന്ദിന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിട്ടാണ് ആഘോഷിക്കുന്നത്. നമുക്കിനിയും ഒരുപാട് ധ്യാൻ ചന്ദ്മാർ വേണം, ധൻരാജ് പിള്ളൈമാർ വേണം, ബൽബീർ സിംഗ്മാർ വേണം, ശ്രീജേഷ്മാർ വേണം. ഹാപ്പി നാഷണൽ സ്പോർട്സ് ഡേ.